അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് പേഴ്സൻ്റെ പ്രോനൗണാണ്. സർവനാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിലാരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ സർവനാമങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ നമ്മളിന്ന് എടുക്കുന്ന ഭാഗത്ത് വരുന്ന ചില പുതിയ പദങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി ഒന്ന് ഉസ്കുൻ, നീ താമസിക്കുക. സെക്കന എന്ന വേർഡിൽ നിന്നുണ്ടായതാണ്, വെർബിൽ നിന്നുണ്ടായതാണത്. സെക്കന താമസിച്ചു എന്നാണ്. മസ്കൻ താമസിക്കുന്ന സ്ഥലം, വീട് എന്നൊക്കെ പറയും. അതിൻ്റെ ഓർഡർ ഫോമാണ് ഉസ്കുൻ, നീ താമസിക്കുക. 2 മുജിത്തഹിദത്തുൻ, പരിശ്രമിക്കുന്നവൾ. 3 ഹയ്യിനുൻ, നിസ്സാരം. 4 ഇത്തബ, പിൻപറ്റി. 5 ഖർന, നിങ്ങൾ അടങ്ങിയിരിക്കുക. ഖർന എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ ഖറ എന്നാണ്. ഖറ എന്നാണ് സ്ഥിരമായി നിന്നു, അടങ്ങിയിരുന്നു എന്നാണ്. അത് ഫീമെയിൽ പ്ലൂറൽ ആയതുകൊണ്ടാണ് ഖർന വന്നത്. നിങ്ങൾ സ്ത്രീകൾ അടങ്ങിയിരിക്കുക. 6 ഗാലിബുൻ, വിജയിച്ചവൻ. ജംഅ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ എന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ ജീമാണ് ഉപയോഗിക്കുക. ജീമ് കണ്ടാൽ നമ്മൾ ജംഅ് എന്ന് വായിക്കണം. മീനിങ് പ്ലൂരൽ, ബഹുവചനം എന്നാണ്. ഇപ്പോൾ ഗാലിബൂന, ഗാലിബീന, അങ്ങനെ ഒരു ബഹുവചനമുണ്ട്. സിംഗുലർ ഫോമിനോട് വാവോ നോനോ അല്ലെങ്കിൽ യാവും നോനോ ചേർത്തിട്ടുണ്ടാകുന്ന ബഹുവചനങ്ങൾ. അപ്പോൾ അത് രണ്ടും ചേർക്കാം. അത് ഗ്രാമറിൽ വരുന്നതനുസരിച്ചാണ് ഇത് മാറുക. നമ്മൾ പിന്നെ പഠിക്കും. ഗാലിബീന, ഗാലിബൂന, വിജയിച്ചവർ എന്നാണ്. 7 നഫ്സുൻ, മനസ്സ് എന്ന വാക്കിന് അർത്ഥമുണ്ട്, ശരീരം എന്നും അർത്ഥമുണ്ട്. അതിൻ്റെ പ്ലൂരൽ അൻഫുസ്, നുഫൂസ്, മനസ്സുകൾ, ശരീരങ്ങൾ എന്നൊക്കെ പറയാം. 8 തബറജ, സൗന്ദര്യം പ്രദർശിപ്പിച്ചു. ഇനി സെക്കൻഡ് പേഴ്സൺ പ്രോനൗൺ അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ മധ്യമ പുരുഷൻ. ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവരെക്കുറിച്ചുള്ള സർവനാമങ്ങൾ. അറബിയിൽ 5 എണ്ണമാണ്. ഓരോന്നും നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് അൻത എന്നാണ്. അൻത എന്ന് ഉള്ളത് മറ്റൊരു വാചകത്തോടോ നാമത്തോടോ ക്രിയകളോടോ ചേർന്ന് വരുമ്പോൾ ക എന്നുള്ള ആ ബ്രാക്കറ്റിലുള്ള രൂപമാണ് വരിക. ബ്രാക്കറ്റിലിട്ടെല്ലാം ചേർന്ന് വരുമ്പോഴുള്ള രൂപമാണ് എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം നീ, നിൻ്റെ, താങ്കൾ, താങ്കളുടെ, യു, യുവർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. മെയിലാണ്, അതായത് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നതാണിത്. ഇതിന് ഖുർആനിലുള്ള ഉദാഹരണങ്ങൾ: 1 യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. 7ാം അധ്യായം സൂറത്ത് അറാഫിലെ 19ാം വചനം. അള്ളാഹു ആദം നബിയോട് പറഞ്ഞു, സ്വർഗം സൃഷ്ടിച്ചതിന് ശേഷം, യാ ആദം, ഓ ആദം, ഉസ്കുൻ, നീ താമസിക്കുക. അൻത എന്നുള്ള സർവനാമം അവിടെ വന്നു കേട്ടോ. നീ താമസിക്കണം. പിന്നെ ആരാണ്? വസൗജുക, സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ്. അതിനോട് ക എന്നുള്ള ഈ സർവനാമം ചേർന്ന് വന്നു. ക എന്ന് പറഞ്ഞാൽ യുവർ വൈഫ് എന്നാണ്. നിൻ്റെ ഭാര്യ അൽ ജന്ന, സ്വർഗത്തിൽ താമസിക്കണം. അപ്പോൾ സർവനാമൻ്റെ സിംഗിൾ രൂപവും ചേർന്ന് വരുന്ന രൂപവും അവിടെ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടി കൊടുക്കുന്നുണ്ട്. 2ാമത്തെ ഉദാഹരണം 2ാം അധ്യായം ബഖറയിലെ 30ാം വചനം. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, എൻ്റെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. റബ്ബ് പ്ലസ് ക. റബ്ബ് എന്നുള്ളൊരു നൗണാണ് രക്ഷിതാവ്. അതുകൊണ്ട് ക എന്ന് പറഞ്ഞു, നിൻ്റെ രക്ഷിതാവ്. അപ്പോൾ ഏതൊരു നൗണിനോടും വെർബിനോടും ഒക്കെ, പ്രോനൗണിനോടും ഒക്കെ, വെർബിനോടും അതേമാതിരി പ്രിപ്പോസിഷൻസിലല്ലോ നമ്മൾ രണ്ടൊക്കെ ചേർക്കാം. നിൻ്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം ലിൽ മലായിക, മലക്കുകളോട്. അപ്പോൾ അന്ത എന്ന് പറഞ്ഞാൽ മനസ്സിലായി, നീ, നിൻ്റെ, നിങ്ങളുടെ, യു, യുവർ എന്നാണ്. അന്ത എന്നുള്ളത് അന്തി എന്നാക്കിയാൽ അത് മീനിങ് അത് തന്നെയാണ്, പക്ഷെ അത് ഫീമെയിലായി, സ്ത്രീലിംഗത്തിനാണ് ഉപയോഗിക്കുക. അതിന് ചേർന്ന് തന്നെ രൂപമാണ് ബ്രാക്കറ്റ് കൊടുത്തത് കേട്ടോ. കാഫിൻ്റെ സ്മോൾ ലെറ്ററാണ് മറ്റേ കാഫ് / കൊടുത്തത്. അതിന് ഉദാഹരണം അന്തി എന്നുള്ളതിന് ഉദാഹരണം ഖുർആനിൽ നിന്നല്ല കൊടുത്തത്. ഖുർആനിലെ ഉദാഹരണം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വകയായിട്ട് കൊടുത്തതാണ്. യാ ഫാത്തിമ, ഫാത്തിമയെ വിളിച്ച് നമ്മൾ പറയാണ്
അന്തി മുജിത്തഹിദത്തുൻ, നീ പരിശ്രമിക്കുന്നവളാണ്. മുജിത്തഹിദത്തുൻ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ട് മീനിങ്ങിൽ, പരിശ്രമിക്കുന്നവൾ. നീ നല്ലോണം വർക്ക് ചെയ്യുന്ന, പരിശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് എന്നാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. പിന്നെ ആ അന്തി എന്നുള്ളത് സെൻറ്റൻസിനോട്, നാമത്തോട് മറ്റും ചേർന്ന് വന്നതിൻ്റെ ഉദാഹരണം, രണ്ടാമത്തെ ഉദാഹരണം 19-ാം അധ്യായം മറിയമിലെ 21-ാം വചനത്തിൽ കാണാം. മറിയം ബീവിയുടെ അടുത്തേക്ക് മലക്ക് മനുഷ്യൻ്റെ രൂപത്ത് വന്നിട്ട് സന്താനമുണ്ടാകുന്നെന്ന് പറഞ്ഞപ്പോൾ അവർ ആശ്ചര്യം പ്രകടിപ്പിക്കേണ്ടായിരുന്നു. എനിക്കെങ്ങനെയാണ് സന്താനം ഉണ്ടാകുക, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ വേശ്യയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മലക്ക് പറഞ്ഞ മറുപടിയാണ് ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. മലക്ക് പറഞ്ഞു കദാലിക്ക്, അപ്രകാരം അള്ളാഹിൻ്റെ കൽപ്പനയുണ്ട്. ഖാല റബ്ബുകി, എൻ്റെ രക്ഷിതാവ് പറഞ്ഞു, ഹുവ അലയ്യ ഹയ്യനുൻ, അത് എനിക്ക് ഏറ്റവും എളുപ്പമാണ്. ഹയ്യിൻ്റെ അർത്ഥം മുകളിൽ കൊടുത്തിന് നിസ്സാരമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കദാലിക്ക എന്നുള്ള ഇസ്മുൽ ഇഷാറ, സൂചന നാമത്തോട് കി എന്നാണ് ചേർന്നത്. ക എന്നല്ല, കി എന്നാണ് ചേർന്നത്. ഖാല റബ്ബുക്കി, നേരത്തെ റബ്ബുക്ക എന്ന് കാണാം ബഖറയിൽ, ഒന്നാമത്തെ സർവനാമത്തിൻ്റെ രണ്ടാം ഉദാഹരണം. ഇവിടെ റബ്ബുക്ക എന്നുള്ള റബ്ബുക്കി എന്നായി. അപ്പോൾ അറബിയിൽ സംസാരിക്കുമ്പോൾ ആണിനോടാണോ പെണ്ണിനോടാണോ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേൾക്കുന്നവന്. മറ്റ് ഭാഷകളെ സാധിക്കില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലൊന്നും സംസാരിക്കുന്ന ആണിനോടാണോ പെണ്ണിനോടാണോ പറയാൻ പറ്റും. ഒരാൾ ഫോൺ ചെയ്യാണ് പെണ്ണിനോടെങ്കിൽ റബ്ബുക്കി കദാലിക്കി അല്ലെങ്കിൽ അന്തി എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ പെണ്ണാന്ന് മനസ്സിലാവും. അതാണ് അറബി ഭാഷയ്ക്കുള്ള പ്രത്യേകത. പിന്നെ ഇത് രണ്ടിൻ്റെ ഡബിൾ രൂപം, അന്തുമ നിങ്ങൾ രണ്ടുപേർ, കുമ നിങ്ങൾ രണ്ടുപേർ, യു ടു പേഴ്സൺ നിങ്ങൾ രണ്ടുപേർ. ഇത് മെയിലിനും ഉപയോഗിക്കും, ഫീമെയിലിനും ഉപയോഗിക്കും. ഇതിൻ്റെ ഉദാഹരണം 28-ാം അധ്യായം ഖസസിലെ 35-ാം വചനം, അന്തുമാ വമനിത്തബഅകുമാ അൽ ഗാലിബൂൻ. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫിറൗൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവർ അതിൽ ഒരു ഭയം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു അവരോട് പറയുകയാണ്, നിങ്ങളെ ഞാൻ ശക്തിപ്പെടുത്തും, നീയും നിന്നെ പിൻപറ്റിയവരുമായിരിക്കും വിജയികൾ. അന്തുമാ നിങ്ങൾ രണ്ടുപേരും. കണ്ടോ, നിങ്ങൾ രണ്ടുപേരും സെക്കൻഡ് പേഴ്സണാണ്, അവരോടാണ് സംസാരിക്കുന്നത്. അതാ മധ്യമ പുരുഷന്മാരാണ്. ഒമനിത്തബഅകുമാ, ഇത്തബ എന്നുള്ള വെർബിനോട് കുമാ ചേർത്തു. നിങ്ങളെ പിൻപറ്റിയവരും അൽ ഗാലിബൂൻ വിജയികളാണ്. മറ്റൊരു ഉദാഹരണം 12-ാം അധ്യായം യൂസുഫിലെ 37-ാം വചനമാണ്. യൂസുഫ് നബിയുടെ കൂടെ 2 ആളുകൾ ജയിലിലുണ്ടായിരുന്നു. ആ ജയിലിലുള്ളവർക്ക് സ്വപ്നം കണ്ട് വ്യാഖ്യാനം ചോദിച്ചപ്പോൾ യൂസുഫ് നബി പറയുകയാണ് അവരോട്, വ്യാഖ്യാനം ഞാൻ പറഞ്ഞുതരാം, അതിനു മുമ്പ് കുറച്ച് തൗഹീദിൻ്റെ വിഷയങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് യൂസുഫ് നബി പറഞ്ഞു, ഖാല ലാ യഅതിയകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബ്ബഅതുകുമാ ബിതഅ്വീലി. ഖാല യൂസുഫ് നബി പറഞ്ഞു, ലാ യഅതിയകുമാ നിങ്ങൾക്ക് വരികയില്ല, തആമുൻ ഭക്ഷണം, തുർസഖാനി നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്നതിൻ്റെ മുമ്പായിട്ട്, ഇല്ലാ നബ്ബഅതുകുമാ ഞാൻ നിങ്ങളെ അറിയിക്കും, ബിതഅ്വീലിഹി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതുവരെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചും ഉള്ള ഉപദേശങ്ങൾ നൽകുകയാണ് യൂസുഫ് നബി. അവിടെ യഅതിയകുമാ നിങ്ങൾക്ക് വരികയില്ല, തആമുൻ ഭക്ഷണം കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് എന്നുള്ള അർത്ഥം. ഇല്ലാ നബ്ബഅതുകുമാ ഞാൻ അണ്ടർലൈൻ ചെയ്തിന് അവിടെ, നിങ്ങളെ ഞാൻ വിവരം അറിയിക്കും. ഉണ്ടോ, കുമാവുന്നു. ഇതെല്ലാം ഖുർആനിൽ വരുന്ന വാക്കുകളാണ്. ഇത് പഠിച്ചാൽ ഖുർആൻ പഠനം നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം. മാത്രമല്ല അറബിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പ്ലൂറലാണ്. 4-മത്തത് അന്തും, അത് ചേർന്ന് വരുമ്പോൾ, വാചകത്തോട് ചേർന്ന് വരുമ്പോൾ കും എന്നാണ് പറയുക കേട്ടോ. നിങ്ങൾ, നിങ്ങളുടെ, യുവർ, യു ആർ അതൊക്കെ മെയിലിനാണ് ഉപയോഗിക്കുക. ഫീമെയിലിന് താഴെ വരുന്നുണ്ട്. അതിന് ഉദാഹരണം 1, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. 109-ാം അധ്യായം സൂറത്ത് കാഫിറൂനിലെ 5-ാമത്തെ വചനം എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. വലാ അൻതും നിങ്ങളല്ല, ആബിദൂന ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ആരാധിക്കുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എനിക്ക് എൻ്റെ മതവും എന്നുള്ള കാഫിര്യങ്ങളുമായിട്ടുള്ള സംവാദമാണ്. അപ്പോൾ അന്തും നിങ്ങൾ എന്നാണ്, മെയിൽ പ്ലൂറലാണ്. നിങ്ങൾ, നിങ്ങളുടെ, താങ്കൾ, താങ്കളുടെ എന്നൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അന്തും. ഇനി അത് ചേർന്ന് വരുമ്പോൾ 17-ാം അധ്യായം ഇസ്രായിലെ 25-ാം വചനം, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും.
റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് ആലമു ഏറ്റവും അറിയുന്നവനാണ് ബിമാ ഫീ നുഫൂസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. റബ്ബിനോടുക്കും ചേർത്തു, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് ആലമു ഏറ്റവും അറിയും. എന്തറിയും? ബിമാ ഫീ നുഫൂസ്, നഫ്സിൻ്റെ ജമ്മാണ് നുഫൂസ്. മുകളിൽ നമ്മൾ 7ാമത്തെ ന്യൂ വേർഡ്സിൽ പഠിച്ചു. നഫ്സ്, മനസ്സ്, ശരീരം. അതിൻ്റെ 2 പ്ലൂറലുണ്ട്, നുഫൂസ് ശരീരങ്ങൾ, മനസ്സുകൾ, അൻഫുസ് എന്നും. അപ്പം ഇവിടെ നുഫൂസ് ഉപയോഗിച്ചു. നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളത് അള്ളാഹു അറിയും. അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. അപ്പം കും എന്ന് വന്നു, റബ്ബിനോട് കും എന്ന് വന്നു. നേരത്തെ റബ്ബിനോട് കാ ചേർന്ന് വന്ന ഉദാഹരണം നമ്മൾ പഠിച്ചു, കീ ചേർന്ന് വന്ന ഉദാഹരണം പഠിച്ചു. കും എന്നാണ് ഇവിടെ ചേർന്ന് വന്നത്. നഫ്സിൻ്റെ ജമ്മാണ് നുഫൂസ്, അതിനോട് കും ചേർന്നു. അർത്ഥം നിങ്ങളുടെ മനസ്സുകളിൽ ഉള്ളത് ഏറ്റവും അറിയുന്നവൻ നിങ്ങളുടെ രക്ഷിതാവാണ്. റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവാണ് ഏറ്റവും അറിയുന്നവൻ. 5ാമത്തത് അന്തുന്ന. അന്തുന്ന അത് ചേർന്ന് വരുമ്പോൾ കുന്ന എന്നാണ് വരിക. നിങ്ങൾ, നിങ്ങളുടെ, യുവർ എന്ന തന്നെയാണ്, പക്ഷെ അത് ഫീമെയിലിനെ ഉപയോഗിക്കുള്ളൂ. അന്തുന്ന എന്നുള്ളതിനും എക്സാമ്പിൾ ഖുർആനിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് ഞാൻ എൻ്റെ വകായിട്ടൊരു ഉദാഹരണം കൊടുത്താണ്. അന്തുന്ന ത്വാലിബാത്തുൻ മുജിത്തഹിദാത്തുൻ. കുറേ പെൺകുട്ടികളോട് പറയാണ്, വിദ്യാർത്ഥിനികളായ സ്ത്രീകളോട് പറയാണ്, അന്തുന്ന നിങ്ങൾ ത്വാലിബാത്തുൻ വിദ്യാർത്ഥിനികളാണ്, മുജിത്തഹിദാത്തുൻ പരിശ്രമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് നിങ്ങൾ. അവിടെ അന്തുന്ന ഫീമെയിൽ പ്ലൂറലാണ്. മലയാളത്തിൽ 2നും നിങ്ങൾ തന്നെയാണ്, ഇംഗ്ലീഷിന് യുവർ എന്നാണ്, അല്ലെങ്കിൽ യു ആർ എന്നാണ്. പക്ഷെ അവിടെ മാറ്റമല്ല. അതാണ് അറബിയിൽ നമ്മൾ കുറേ സ്ത്രീകളോട് സംസാരിക്കുകയാണെങ്കിലും കുറേ പുരുഷന്മാരോട് സംസാരിക്കുകയാണെങ്കിലും ആരോടാണ് സംസാരിക്കുന്നത് സംസാര ഭാഷയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 2ാമത്തത് ഇത് ചേർന്ന് വന്നത് കുന്ന എന്ന് ഒരു മറ്റൊന്നിനോട് ചേർന്ന് വന്ന ഉദാഹരണം 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ വചനം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജ്ന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുസ്ലിം സ്ത്രീകൾ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുകയാണ് ഇവിടെ. ജാഹിലിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ അഴക് പ്രദർശിപ്പിച്ച് പുറത്തിറങ്ങി നടക്കുന്നത് പോലെ നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ, വിശ്വാസിനികൾ നടക്കാൻ പാടില്ല. നിങ്ങൾ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് പുറത്തു പോകാൻ വിരോധമല്ല, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് വഖർന നിങ്ങൾ അടങ്ങിയിരിക്കണം. ഖർന അർത്ഥാടെ കൊടുത്തുന്ന 5ാമത്തെ ന്യൂ വേർഡ്, നിങ്ങൾ അടങ്ങിയിരിക്കുക. ഫീ ബുയൂത്തിക്കുന്ന നിങ്ങളുടെ വീടുകളിൽ, വലാ തബർറുജന നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. തബർറുജൽ ജാഹിലിയത്തിലൂല പൂർവികമായ അജ്ഞാത കാലഘട്ടത്തിൽ ചെയ്തിരുന്ന മാതിരി, സ്ത്രീകൾ ചെയ്തിരുന്ന മാതിരി സൗന്ദര്യം നിങ്ങൾ പ്രദർശിപ്പിക്കരുത്. ഇവിടെ ബുയൂത്ത് ബൈത്തിൻ്റെ പ്ലൂറലാണ്. ബൈത്ത് വീട്, എൻ്റെ പ്ലൂറലാണ് ബുയൂത്ത്. പ്ലസ് കുന്ന നിങ്ങളുടെ വീട്. അപ്പം ഈ 5 സർവനാമങ്ങൾ സെക്കൻഡ് പേഴ്സൻ്റെ, മധ്യമപുരുഷൻ്റെ, അഥവാ ആരോടാണോ നമ്മൾ സംസാരിക്കുന്നത് അവരെ പ്രതിപാദിക്കുന്ന 5 സർവനാമങ്ങൾ അറബിയിലുള്ളതൊന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒന്ന് അന്തയാണ്, അത് നീ നിൻ്റെ എന്നുള്ള അർത്ഥമാണ്, മെയിലാണ്. അന്തിയാണ് നീ നിൻ്റെ തന്നെയാണ്, ഫീമെയിലാണ്. അന്തുമ നിങ്ങൾ 2 പേരാണ്, മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കും. അന്തും നിങ്ങൾ, നിങ്ങളുടെ എന്നൊക്കെ പറയാം, അത് മെയിലിന് മാത്രമാണ്. അന്തുന്ന നിങ്ങൾ, നിങ്ങളുടെ, അത് ഫീമെയിലിന് മാത്രമാണ്. ഈ 5 പഠിക്കുക ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ്സിൽ ഇത് നാമങ്ങളോട് ചേർന്ന് വരുന്നത് എങ്ങനെയാണ്, വെർബുകളോട് ചേർന്ന് വരുന്നത് എങ്ങനെയാണ്, പ്രിപ്പോസിഷൻസിനോട് ചേർന്ന് വരുന്നത് എങ്ങനെയാണ് നാം പഠിക്കാം. നമുക്ക് ഖുർആനിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അറബി ഭാഷയും അതിൻ്റെ ഗ്രാമർ പഠിക്കുവാനും, അങ്ങനെ ഖുർആനിലേക്ക് എത്തിച്ചേരുവാനും ഖുർആൻ പഠിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.